നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം അകറ്റുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം അകറ്റുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു യേശുവാണ്. യേശു 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 ആരിലും മതിയായവൻ. ആ കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്ത, തിന്മയാകെ മായ്ക്കുന്നവൻ, പാവമെല്ലാം അകറ്റുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം അകറ്റുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവ്വം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരു കീടും അവനധികം. കൃപയരുളിയിടുമേ ബലമണിയിക്കുമേ, കൃപയരുളിയിടുമേ ബലമണിയിക്കുമേ, മരമധുരമായി മാറ്റിയിടുമേ, മരമധുരമായി മാറ്റിയിടുമേ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്ത, തിന്മയാകെ സന്തോഷത്തോടെ ഓ പാവമെല്ലാം അകറ്റുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ, പാപമെല്ലാം അകറ്റുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുളച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഭാരം തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. എൻ യേശുവത്രേ എൻ പാപഭാരം തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ആമേൻ. കര കാണാതാഴിയിൽ വലയുമോരേ,
കരുണയെ കാംക്ഷിക്കും ഋതപ്രായരേ കരകണതാഴിയിൽ വലയുവോരേ കരുണയെ കാംക്ഷിക്കും ഋതപ്രായരേ വരികവൻ ശാരസ്തു ബന്ധിതരേ തരുമാവൻ കൃപ മനഃശാന്തിയതും ആമേൻ വരികവൻ ശാരസ്തു ബന്ധിതരേ കരുമാവൻ കൃപ മനഃശാന്തിയതും ആമേൻ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവിനാൽ അവനെ ഘോഷിക്കാം അവനത്രേ എൻ പാപഭാരം തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു ആമേൻ യേശുവത്രേ എൻ പാപഭാരം തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു ആമേൻ കരകണതാഴിയിൽ വലയുവോരേ കരുണയെ കാംക്ഷിക്കും ഋതപ്രായരേ കരകണതാഴിയിൽ വലയുവോരേ കരുണയെ കാംക്ഷിക്കും ഋതപ്രായരേ വരികവൻ ചാരത്തു ബന്ധിതരേ കരുമാവൻ കൃപ മനഃശാന്തിയതും ആമേൻ വരികവൻ ചാരത്തു ബന്ധിതരേ കരുമാവൻ കൃപ മനഃശാന്തിയതും ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവിനാൽ അവനെ ഘോഷിക്കാം അവനത്രേ എൻ പാപഭാരം തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു ആമേൻ യേശുവത്രേ എൻ പാപഭാരം തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു ആമേൻ യേശുവത്രേ എൻ പാപഭാരം തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു ആമേൻ എത്ര മഹോന്നതൻ എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ ഭൂവിലിൽ ഇതുപോലൊരു നാമം ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ ഭൂവിലിൽ ഇതുപോലൊരു നാമം ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ എന്നെ കരുതുന്നവൻ എന്നെ നടത്തുന്നവൻ എന്റെ ഇടയനവൻ കൈവിടുകില്ല എന്നെ കരുതുന്നവൻ എന്നെ നടത്തുന്നവൻ എന്റെ ഇടയനവൻ കൈവിടുകില്ല ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു ആമേൻ എത്ര മഹോന്നതൻ എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ ഭൂവിലിൽ ഇതുപോലൊരു നാമം ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ ഭൂവിലിൽ ഇതുപോലൊരു നാമം ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ അതിക്രൂരമദുഷ്ടരടിന്തിതരായി ഹീനമായി തന്നെ തകർക്കപ്പെട്ടു അതിക്രൂരമദുഷ്ടരടിന്തിതരായി ഹീനമായി തന്നെ തകർക്കപ്പെട്ടു കുശൽ യാഗമായി സ്വന്തം ജീവനെ നമ്മെ വീണ്ടെടുത്തോനാകയാ കുശൽ യാഗമായി സ്വന്തം ജീവനെ നമ്മെ വീണ്ടെടുത്തോനാകയാ എത്ര മനോഹരൻ എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ ഭൂമിയിൽ ഇതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ ഭൂമിയിൽ ഇതുപോലൊരു നാമം ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ എന്നെ കരുതുന്നവൻ എന്നെ നടത്തുന്നവൻ എന്റെ ഇടയനവൻ കൈവിടുകില്ല എന്നെ കരുതുന്നവൻ എന്നെ നടത്തുന്നവൻ എന്റെ ഇടയനവൻ കൈവിടുകില്ലവൻ ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്നെ ഉള്ളങ്കയിൽ താങ്ങിടുന്നു ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു ഓ എത്ര മനോഹരൻ എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ ഭൂമിയിൽ ഇതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ ഭൂമിയിൽ ഇതുപോലൊരു നാമവും ചൊല്ലുവാൻ ഒരിക്കൽ കൂടി എന്നെ കരുതുന്നവൻ എന്നെ നടത്തുന്നവൻ എന്റെ ഇടയനവൻ കൈവിടുകില്ല എന്നെ കരുതുന്നവൻ എന്നെ നടത്തുന്നവൻ എന്റെ ഇടയനവൻ കൈവിടുകില്ല ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു ആമേൻ എത്ര മനോഹരൻ എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ ഭൂമിയിൽ ഇതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ ഭൂമിയിൽ ഇതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ ഓ ഹല്ലേലൂയ 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 അന്യഭാഷകളിൽ
Oh, hallelujah, 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 hallelujah. Oh, Darjanagaram, Darjanagaram, Darabalabasham, Darabalabaram, Daradaledi, Ulabalabasham, Darabalabaram, Darjanagaram, Ribaram, Daradaledi, Biyam, Tuladaladaram, Dashadarabalabasham, Darabale, Ridana, Dana, Dara, Baba, Baba, Bari, Pasha, Sialara, Kune, Ribiantu, Ribishandiri, Ribiandura, Daladaram, Tanas, Shasialara, Koma, Nani Eshvi, Nani Gartavi. We thank you, Spirit. We thank you, Holy Spirit. Oh, hallelujah. 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 Amen. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ ഹല്ലേലൂയ 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 സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശുമശിഹാ കോടാകൂടി തൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശുമശിഹാ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ശബ്ദമുയർത്തി ഒരു സ്തോത്രം ചെയ്തോട്ടെ ഹല്ലേലൂയ എന്റെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ ഞങ്ങളുടെ ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് തരണേ ഹല്ലേലൂയ താങ്ക് യു ജീസസ് എത്ര പേര് ആരാധിക്കാൻ ഒന്നുകൂടെ റെഡിയാ ഹല്ലേലൂയ എനിക്ക് അധികം ക്യാമറാസ് ഒന്നും കാണത്തില്ലല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യനായവൻ
ഹല്ലേലൂയ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോൽ പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ. ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആമേൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ശബ്ദമുയർത്തി യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. ആമേൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീനം തന്നു പാപത്തിൻ കരപൊക്കി. പാവന നീനം തന്നു പാപത്തിൻ കരപൊക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 വാരിഭാരം ദുർശാനകരം തലവലപക്ഷം തരഫലഭാരം ദേരീതുലവലഭ വിരീതുലവലഭാരം ദേരീതുലവലപക്ഷം തരഫലഭ വിരീതുലവലപക്ഷം തരവലപക്ഷം തരഫലഭാരം ദേരീതുലവലഭ ശ്രീധരം ദർശാനകരം തലവലപക്ഷം തരവലഭാരം താരതലേ രീതിലവലഭാരം താരതല ശ്രീധർജാനകരം ദർശാനകരം തരവലപക്ഷം തരവലപക്ഷം തരവലേ രീതിലവലഭാരം ദർശാനകരം തരവലപക്ഷം തരവലഭ. ഓ യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ നാടും ജീവികൾ പാടുമവീട്. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിനക്കൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ,
ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാമേ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ നാട്, നാലും ജീവികൾ പാടുമവീട്. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ നാട്, നാലും ജീവികൾ പാടുമവീട്. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ കാണാം, പ്രേമകാന്തനെ കാണാം. ആമേൻ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നിലവിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നിലവിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ീതാരന്തർജാനകരം തലബലവശം 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 തലബലഭാരം തേരീതജാനകരം തലബലഭാരം താരതലേ ീഭാരം ധാരേ ധാരം ധാരതലേ രീധാരം ദർജാനകരം തലബലവശം തലബലവശം തലബലഭാ രീതോരീധാരം ദർജാനകരം തലബലവശം തലബലഭാരം തേരീതുലബലഭാ രീതൽജാനകരം തലബലവശം തലബലഭാരം ദർജാനകരം 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 തേ. ഓ ഹല്ലേലൂയ. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ പാപമൊക്കെയും തീർത്തിടും നാൾ ശീഘ്രം വരും, നിന്റെ കാന്തൻ വരും, എനിക്കുല്ലാസമായി ബഹുകാലം വാഴാൻ. ശീഘ്രം വരും, നിന്റെ കാന്തൻ വരും, എനിക്കുല്ലാസമായി ബഹുകാലം വാഴാൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം നാദേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം നാദേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും ആരും കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും ആരും കണ്ടും കാണാതെയും പോകുന്നവർ. ഓ എന്നാലെനിക്കൊരു സഹായകൻ
വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസം. കരങ്ങളടിച്ചുകൊണ്ട് എന്നാൽ എനിക്കൊരു സഹായം വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഒപ്പിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ എന്നെ ഒപ്പിടുന്നു. കല്യാണശാല എന്നെ വിളിച്ചെന്റെ കല്യാണമൊക്കെയും തീർത്തിടുന്ന കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരും എന്റെ കാന്തൻ വരും എനിക്കുല്ലാസമായി ബഹുകാലം വരാം. ശീഘ്രം വരും എന്റെ കാന്തൻ വരും എനിക്കുല്ലാസമായി ബഹുകാലം വരാൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഒപ്പിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഒപ്പിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഒപ്പിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഒപ്പിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഒപ്പിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഒപ്പിടുന്നു. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയം. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങിതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിരുന്നു. അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങിതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിരുന്നു. ആമേൻ. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം.
സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-ൽ അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ഏകയാശ്രയം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. Oh, hallelujah, 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 hallelujah. Thank you, Jesus. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 Thank you, Jesus. യേശുവിന്റെ ഭുജബലത്താൽ, കർത്താവിന്റെ ഭുജബലത്താൽ നമ്മെ നടത്തുന്നതിനെ ഓർക്കുക. ഓ ജീസസ്, ഓ യേശുവിന്റെ ഭുജബലത്താൽ ഞാൻ നടക്കുന്നു. By his strength I walk. ഓ ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചു. ഓ ജീസസ്, അങ്ങയുടെ കൈക്കീഴിൽ കർത്താവേ ഞാൻ നടക്കും. ഭൂമിയിലെ മനുഷ്യനെ അല്ല, യേശുവിൽ ആശ്രയിച്ചു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നടക്കുന്ന കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും നിന്റെ കൈകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, മനുഷ്യനിലല്ല യേശുവിൽ ആശ്രയിച്ച് നടക്കുവാൻ, ക്രിസ്തുവിൽ ആശ്രയം വെച്ചവരായി, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരായി നടക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്ന് പിതാവ് വാത്സല്യത്തോടെ എന്നെ നിങ്ങളെ നോക്കുന്നത്. ഇന്ന് അവൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കുക. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിതാവ് എന്നെയും നിങ്ങളെ നോക്കുന്നത് യേശു ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയാണോ പിതാവിന്റെ അറ്റൻഷൻ യേശുവിന്റെ മുകളിൽ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇന്ന് എന്നെയും നിങ്ങളെയും സ്വർഗത്തിൽ നിന്നും പിതാവ് നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് അവനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, യേശുവിനെ എങ്ങനെയാണോ പിതാവ് ശ്രദ്ധിച്ചത്, യേശുവിനെ എങ്ങനെയാണോ പിതാവ് നടത്തിക്കൊണ്ടിരുന്നത്, യേശുവിനെ ഏത് മാൻഡേറ്റോടു കൂടി അയച്ചോ അതുപോലെ തന്നെ ഇന്ന് എന്റെ മേൽ പിതാവിന്റെ അറ്റൻഷൻ ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്റെ കൂടെ ഉണ്ട്. എവിടെയെങ്കിലും വ്യത്യാസം വരുന്നെങ്കിൽ ഒന്നേ ഉള്ളൂ, അവൻ വിശ്വസ്തനാ, ഞാൻ വിശ്വസ്തനല്ലായിരിക്കുമ്പോഴും എന്റെ കർത്താവ് വിശ്വസ്തനാ. അവന്റെ വാക്കിന് മാറ്റമില്ല, പിതാവിന്റെ വാക്കിന് മാറ്റമില്ല, പുത്രൻ പറഞ്ഞ വാക്കിന് മാറ്റമില്ല, പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിനും മാറ്റമില്ല. ഹല്ലേലൂയ. Every moment, each and every moment, my Father in heaven, he is paying attention upon me. ഓ ഹല്ലേലൂയ. വായ് തുറന്ന് ഒരിക്കൽ കൊണ്ടെന്ന് പറഞ്ഞേ, സ്വർഗത്തിന്റെ മുഴുവൻ ശ്രദ്ധയും എന്റെ മേല, സ്വർഗത്തിന്റെ മുഴുവൻ ശ്രദ്ധയും യേശു ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ യേശുവിന്റെ മേൽ എങ്ങനെയാണോ പിതാവ് അറ്റൻറ്റീവ് ആയിരുന്നത്, അതേ അറ്റൻഷൻ എന്റെയും നിങ്ങളുടെയും മേൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ മേൽ പിതാവിന്റെ അറ്റൻഷൻ ഉള്ള സമയത്തും പടകിൽ കാറ്റടിച്ചു, അനേകം ഭാരങ്ങൾ ഉണ്ടായി. പക്ഷേ യേശുവിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എന്റെ പിതാവ് കൈവിടത്തില്ല. പിതാവിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്റെ പുത്രൻ എന്നോടുള്ള കൂട്ടായ്മയിൽ സ്ഥിരമായിട്ട് നിൽക്കും. If we can complement both of this, we will be exactly like Jesus, because Father will never change his mentality or his attitude. He will pay attention even if your situation is worst. He will pay attention upon you. If you have fellowship with him, if you have communication with him, or if you hear from the Holy Spirit, you can get that result back from the Father. That result is always there. The presence is there. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുമ്പോൾ ഒരു ദിവസം പ്രത്യേകത, വേറൊരു ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ദിവസം എനിക്ക് കൂടുതലൊന്നും അനുഭവിച്ചില്ല. ഇന്ന് ഭയങ്കര ആരാധനയായിരുന്നു, ഇന്ന് നല്ല മീറ്റിംഗ് ആയിരുന്നു. Only on that day we got in real connection with him. Every time his presence is the same around the universe. The whole universe is in him, that is in Christ. യേശുവിലാണ് ഇത് മുഴുവൻ ഇരിക്കുന്നത്. There's no change. But when we think about it, sometimes when we have more attention, when we have more thirst towards it, you will feel it more.
അല്ലാതെ ഒരു വ്യത്യാസവുമില്ല. എന്റെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് പറയുന്നത് അതിനകത്ത് യാതൊരു ചേഞ്ചുമില്ല. ദാറ്റ് ഗ്ലോറി, ദാറ്റ് mercy, that grace, everything is still the same from the day of atonement. From that day onwards, കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചപ്പോൾ മുതൽ കൃപയ്ക്കോ അനുഗ്രഹങ്ങൾക്കോ ബാക്കി ഒന്നിനും ഒരു വ്യത്യാസമില്ല. It is permanent. It is available from that day onwards. His presence is available in the same manner, in the same measure, today and tomorrow. Even yesterday it was the same. If we don't feel, it is our fault. Hallelujah. ഞാനും നിങ്ങളും അതുകൊണ്ട് പറയുന്ന കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു. നമ്മളുടെ മെഷർമെന്റ്. കർത്താവ് നിന്നോട് എനിക്ക് ഇത്ര ലെവലിൽ എനിക്ക് ഇത്രയും തീവ്രമായ കൂട്ടായ്മ വേണമെന്ന് പറയുമ്പോൾ ആ കൂട്ടായ്മയുടെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി, we determine the intensity of the relationship. Father is ready to pour the whole heart from his. Christ wants to have fellowship with us, and Holy Spirit wants to walk each and every moment with us. But we have to give permission. Hallelujah. At that time, what happens, even when it's a failure, he can make it as a success. പരാജയപ്പെട്ടെന്ന് പറയുന്നിടത്ത് തന്നെ വിജയം കൊണ്ടുവരാൻ കഴിയുന്നവൻ അവൻ ഒരു സാധ്യത അന്വേഷിച്ച് നടക്കും. ഹല്ലേലൂയ. ഒരു സാധ്യത അന്വേഷിച്ച് നടക്കുന്ന കർത്താവ് ഇന്നും നമ്മളുടെ മധ്യത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. His searching was someone to show his might. അബ്രഹാമിനെ തെരഞ്ഞെടുത്തപ്പോഴും വേറെ ഒന്നുമില്ലായിരുന്നു, അനേകം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അബ്രഹാമിനെ എന്തുകൊണ്ടോ കർത്താവ് തെരഞ്ഞെടുത്തു. പക്ഷേ അവൻ ഒരു കാര്യം ചെയ്തു, കർത്താവ് പറഞ്ഞ വാക്ക് കേട്ട് നടന്നു. അതുപോലെ ഇന്ന് യേശുവിൽ നിന്ന് ശബ്ദം കേട്ട് നടക്കാൻ റെഡിയായിട്ടിരിക്കുന്നവരെ നോക്കി എന്റെ കർത്താവ് ഇവിടെ ഉണ്ട്. അവിടെയാണ് കർത്താവിന് അവന്റെ മഹത്വം കാണിക്കേണ്ടത്. വല കഴുകിക്കൊണ്ടിരുന്നവനോട് പറഞ്ഞു, നിന്റെ പടക അല്പസമയത്തേക്ക് എനിക്കൊന്ന് വിട്ടത്. ഞാൻ വല കഴുകി കഴിഞ്ഞതേ ഉള്ളൂ, നൗ ഐ കനോട്ട് ഗീവ് മൈ ബോട്ട് ടു യു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവിടെ വെച്ച് ആഴക്കടലിലെ മീൻപിടുത്തം നിന്നേ. പക്ഷെ അവിടെ വെച്ച് ആ പടക് കൊടുക്കാൻ സന്നദ്ധത കാണിച്ചപ്പോൾ ആ നിമിഷം ദൈവപ്രവൃത്തി നടക്കുവാനുള്ള ഒരു അനുവാദം ആ പത്രോസ് കൊടുത്തു. Today he wants our boat and he wants to show his might. Can we give our boat to him? ഇന്ന് കർത്താവിന്റെ കയ്യിലേക്ക് let us just give it to him. Today onwards, Jesus, my boat is yours. If we declare and if we give the lordship to him, you will see a draft. അവന്റെ വചനത്തിൽ പറയുന്നത് അല്പസമയത്തേക്ക് പടക് ചോദിച്ചു, പടകിനകത്തേക്ക് കയറി. വാസ്തവത്തിൽ ആ സമയം ഒന്ന് ആലോചിച്ചു നോക്കി. എല്ലാം കഴിഞ്ഞ് വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി കഴിഞ്ഞ് എല്ലാം മടക്കി വെച്ച് വീട്ടിൽ പോകാനിരിക്കുന്നവനോടാണ് പറയുന്നത്, വീണ്ടും നിന്റെ ബോട്ട് ഒന്നുകൂടെ വെള്ളത്തിൽ ഇറക്കണം. നമ്മുടെയൊക്കെ ഭാര്യമാരോട് ചോദിച്ചാൽ അറിയാം, കിച്ചണിലെ ഒരു ദിവസം ഫുൾ പണി കഴിഞ്ഞിട്ട് എല്ലാം അടുക്കി പെറുക്കി എല്ലാം വെച്ച് ലാസ്റ്റിൽ വന്നിരിക്കുമ്പോൾ ഒരു കാപ്പി തരുമോ എന്ന് ചോദിക്കുന്ന സ്വഭാവമില്ലേ? ഹല്ലേലൂയ. അതുപോലെ ഒരു ചോദ്യമാണ് വാസ്തവത്തിൽ പത്രോസിനോട് യേശു ചോദിച്ചത്. എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വന്ന് എങ്ങനെയെങ്കിലും പരാജയം കഴിഞ്ഞിട്ട് ഇത് അറ്റ്ലീസ്റ്റ് നമ്മുടെയൊക്കെ വീട്ടിൽ കുക്കിംഗ് കഴിഞ്ഞെന്ന് പറയും, ഇതൊന്നുമില്ലാതെ ഇതെല്ലാം കഴിഞ്ഞ് പരാജയത്തിന്റെ പുറത്ത് തീർന്നു എന്ന് പറഞ്ഞിട്ട് കൈ കഴുകിയ അവസാനം എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ ഒരു ചോദ്യം, നിന്റെ പടക് അല്പസമയത്തേക്ക് എനിക്കൊന്ന് തരൂ. ഹല്ലേലൂയ. കരകിരിക്കുന്ന പടകിൽ കയറി നിന്ന് സംസാരിക്കാനും അല്ല പറഞ്ഞത്, അതിൽ മാത്രം കയറി നിന്നിട്ട് പോയായിരുന്നെങ്കിൽ ഓക്കെ. ബട്ട് ഹി പുഷ്ഡ് ഹിം ഫോർവേഡ്. ഹി ടോൾഡ് യു ഷുഡ് പുഷ് ദ ബോട്ട് എ ലിറ്റിൽ ഫാർ. See, he's giving more work.
And even in that time, Peter was ready to pull the boat out. He didn't deny him. He told just, yes, let us move. അവിടെ നിന്ന് നീക്കിയപ്പോൾ മുതൽ കർത്തൃത്വം, പടകിന്റെ കർത്തൃത്വവും പത്രോസിന്റെ കർത്തൃത്വവും യേശുവിന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആയി. ഹല്ലേലൂയ. കർത്തൃത്വം ട്രാൻസ്ഫർ ആകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ വിശ്വസിക്കുന്നത് ആ പടക് വിട്ടുകൊടുത്തപ്പോൾ തന്നെ ഗലീലക്കടലിലെ മീനുകൾ ഒരു സ്പോട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അടുത്ത പടക് അല്പം കൂടെ നീക്കിയപ്പോഴത്തേക്ക് അവരോട് വീണ്ടും അത് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. പടകിനകത്ത് കയറി ജനത്തോടെല്ലാം സംസാരിച്ചു. ജനം മുഴുവൻ യേശുവിന്റെ വാക്ക് കേട്ടു. കേട്ടവരെല്ലാം സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പടക് വിട്ടുകൊടുത്തവനും അതുപോലെ തന്നെ മടങ്ങി പോകാമായിരുന്നു. പക്ഷേ യേശുവിന് വേണ്ടി എന്തെങ്കിലും സുവിശേഷത്തെ പ്രതിയോ യേശുവിനെ പ്രതിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് തരാതെ അവൻ നിന്നെ വിടത്തില്ല നിശ്ചയം. മറ്റുള്ളവരെല്ലാവരും അത് കേട്ട് മടങ്ങിപ്പോയപ്പോൾ പടക് വിട്ടുകൊടുക്കാനും അതല്പം പുറത്തേക്ക് നീക്കാനും തയ്യാറായ ഒരു പത്രോസിനെ വെറുതെ വിടാതെ 2 പടക് നിറച്ചു കൊടുത്ത ഒരു യേശുവിനെ നമ്മൾ കേൾക്കുന്നു. ഇന്ന് യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവരാജ്യത്തെ പ്രതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പിച്ചു പറയാം, അവൻ ആർക്കും കടക്കാരനല്ല നിശ്ചയം. ഹല്ലേലൂയ. പടക് നീക്കിയപ്പോൾ പറഞ്ഞു, അല്പം മാറ്റി നിർത്താൻ പറഞ്ഞപ്പോൾ തന്നെ പത്രോസിന്റെ ചെവിയിൽ വീണുകൊണ്ടിരുന്ന എല്ലാ നെഗറ്റീവുകളും മാറിപ്പോയി. അതിനുശേഷമാ പറയുന്നത് നമുക്ക് ആഴത്തിലേക്ക് പോയി വഴിയിറങ്ങാം. അവിടെ വെച്ച് പത്രോസിന്റെ അകത്ത് കിടന്ന അവസാനത്തെ ജഡത്തിന്റെ അംശം പുറത്തു വന്നു. അവൻ പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇത്രയും നാൾ ഗലീലക്കടലിൽ മീൻ പിടിച്ച് തഴക്കവും പഴക്കവുമുള്ള ഞങ്ങളെ ഒരു കാർപ്പന്റർ ഫിഷിംഗ് പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നാണ് ഉള്ളിലെ ചോദ്യം. പക്ഷേ ചോദിച്ചത്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. വീണ്ടും കർത്തൃത്വം യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരൊറ്റ വാക്കിൽ, എങ്കിലും നിന്റെ വാക്കിന് പലയിറക്കം. ഹല്ലേലൂയ. നിന്റെ വാക്കിന്. ഇന്ന് യേശുവിന്റെ വാക്ക് കേട്ടാണോ ഓരോ സ്റ്റെപ്പും എടുത്ത് വെക്കുന്നത്? അവന്റെ വാക്കിനാണോ വലയിറക്കുന്നത്? പെരുത്ത മീൻകൂട്ടം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പടക്കെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രോ എന്നുള്ള വാക്ക്. ശരിക്കും ഡ്രാഫ്റ്റ് എന്നുള്ള ഒറ്റ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രാഫ്റ്റ്, ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പടക്കിറക്കുന്നത്. പരാജയപ്പെട്ടവനോടാ പറയുന്നത് ലെറ്റ് us go for a draft. ഡ്രാഫ്റ്റ് എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന സാധനങ്ങളെ, താഴെ കിടക്കുന്നതിനെ വലിച്ചു മുകളിലോട്ട് എടുത്ത് പമ്പ് ചെയ്ത് പുറത്തിടുന്നതിനെ ശരിക്കും ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അകത്ത് താഴെ ഇരിക്കുന്ന സാധനത്തിനെ ഫോഴ്സ് ഉപയോഗിച്ച് മുകളിലേക്ക് എടുത്ത് പമ്പ് ചെയ്ത് പുറത്തിടുന്നു. ലെറ്റ് us go for a draft. യേശുവിന് ആ സമയത്തറിയാം, പടക് നീക്കുമ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള മീൻകൂട്ടം റെഡിയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വാക്ക്, യേശുവിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയവർക്ക് ഓരോരുത്തർക്കും ഇന്ന് ഞാൻ ഓർപ്പിച്ചു, വീണ്ടും ഞാൻ പറയാം, യേശു ആർക്കും കടക്കാനല്ലാത്തതുകൊണ്ട് 2 പടക് മുങ്ങുമാറും. ഈ ജീവിതത്തിൽ വേണ്ടത് സകലതും കർത്താവ് നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കർത്തൃത്വം യേശുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നെങ്കിൽ അനേകര് പരാജയപ്പെട്ടിടത്ത്, അനേകർക്ക് സാധിക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത്, അനേകരെ കൊണ്ട് പരാജയം അവര് കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് നിന്റെ പടകിൽ യേശു ഉള്ളത് കൊണ്ട് മാത്രം. ഗലീല കടലിൽ അനേകം പടകളുണ്ട്, അനേകം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അനേകർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ അധ്വാനത്തിൽ ഒരു വ്യത്യാസമുണ്ട്, യേശു നിന്റെ പടകിലുണ്ട്. Jesus is in your boat. That is your difference. That is your difference. ഇന്ന് യേശുവിനെ ആശ്രയിച്ചിരിക്കുന്നെങ്കിൽ
I can boldly say that he has already prepared a big school of fish for you. രണ്ട് പടക് മുങ്ങുമാറെന്ന് പറഞ്ഞത് ഒരു പടക് നിറച്ചായിരുന്നെങ്കിൽ അതിനകത്ത് ഒരു സാധ്യത കാണാൻ ഒരു അവകാശമുണ്ട് പത്രോസിന്. ഒന്ന് കിട്ടിയല്ലോ, എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ കിട്ടിയതായിരിക്കും. പക്ഷെ 2 എണ്ണം നിറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അബദ്ധമല്ല, ഇത് അത്ഭുതം. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒന്നും ഇതുവരെ അബദ്ധത്തിലോ ബൈ ചാൻസിലോ നടന്നതല്ല, അത് അത്ഭുതകരമായിട്ട് നടന്നു. ഇന്ന് വരെ നടത്തിയ വഴികളെ തിരിഞ്ഞു നോക്കിയാൽ മുഴുവൻ അത്ഭുതങ്ങളാലും അനുഗ്രഹങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് നടത്തിക്കൊണ്ടിരുന്നു. പല സമയത്തും നമുക്ക് ഫീൽ ചെയ്തിട്ട് പോലുമില്ല നമ്മൾ നടക്കുന്ന വഴികളിൽ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പോകുമ്പോൾ പലപ്പോഴും കർത്താവിനെ മറന്നുപോലും പോകാൻ സാധ്യതയുണ്ട്. കാരണം the way is so clear, your route is so clear that you won't even feel that you're walking. Hallelujah. പക്ഷെ ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മുൻപടയായി ദൂതന്മാരെ അയച്ച് നിനക്ക് മുമ്പേ വഴി നിരപ്പാക്കി വെച്ചിരിക്കുന്ന ഒരുവനുണ്ട്. അനുഗ്രഹത്താൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, വർധനവിനാൽ നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞവന്റെ വാക്ക് എന്റെ നിങ്ങളുടെ മുമ്പേ പോകുമ്പോൾ ഇരുമ്പോടാമ്പലുകളെ തകർക്കുവാൻ, താമ്ര കഥകളെ തകർത്തു മാറ്റുവാൻ കഴിയുന്ന അവന്റെ വാക്ക് എന്റെ നിങ്ങളുടെ മുമ്പേ ആ വചനം സഞ്ചരിക്കുമ്പോൾ we have to just follow the word. Hallelujah. Just follow his promises. Just follow him. Follow his words. അവൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് അവന്റെ പുറകെ നടന്നു പോകുമ്പോൾ നിന്റെ മുമ്പേ പോകുന്നത് സകലതിനെ നിരപ്പാക്കിക്കൊണ്ട് പോകുന്ന, സകലതിന് മുമ്പ് തീരുമാനമുണ്ടാക്കി എന്നെയും നിങ്ങളെയും കൈവെള്ളയിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു യേശുവിന്റെ കൂടെ. Hallelujah. Thank you, Jesus. You won't even feel that you have something. ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് പോലും പല സമയങ്ങളിൽ നമ്മൾ അറിയത്തില്ല. കാരണം ഞാനോ നിങ്ങളോ കണ്ണ് തുറക്കുന്നതിന് മുമ്പേ അതിനെ നിരപ്പാക്കി വെച്ചിട്ടാണ് നിങ്ങളെ ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും നല്ലതായി തീരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഉറങ്ങുമ്പോൾ വഴി നിരപ്പാക്കാനായി ദൂതന്മാർ തലേന്ന് തന്നെ ഇറങ്ങിക്കഴിഞ്ഞതാണ്. രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വചനം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. നാളെ പറ്റി വിചാരപ്പെടരുതെന്ന് പറയാനുള്ള കാരണം അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് യേശുക്രിസ്തുവിൽ ഉവ്വെന്നും ആമേനെന്നും ആയിരിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ ആ വചനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ദാസന്റെ മുമ്പിൽ അടയാളം കാണിച്ച് ഇന്ന് മക്കളായിരിക്കുന്ന നമുക്ക് അവകാശമാക്കി തന്ന ഒരു കാര്യമുണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് മോശ കരഞ്ഞപ്പോൾ ദൈവനോട് ഒരൊറ്റ വാക്യം പറഞ്ഞു, നീ കരയണ്ട. നിന്നോട് ആരാ കരയാൻ പറഞ്ഞത്? കൈ നീട്ടി കൽപ്പിക്ക്. മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടുക. നീട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു? ഇല്ല, നീട്ടാനേ പറഞ്ഞു. വടി നീട്ടിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. മോശയോട് പറഞ്ഞു, ജസ്റ്റ് ഇത് മാത്രം ചെയ്യുക, then you go back and sleep. വചനം വായിക്കുമ്പോൾ നമുക്കറിയാം അന്നേരം ഒന്നും സംഭവിച്ചില്ല. വടി നീട്ടിയതിനു ശേഷം മോശ തിരിച്ച് വീട്ടിൽ പോയി. മോശ പാളയത്തിൽ പോയി കിടന്ന് ഉറങ്ങുക. പക്ഷെ രാത്രിയിൽ അവനൊരു പെരുങ്കാറ്റ് അടുപ്പിച്ച് വെള്ളത്തെ രണ്ടായി മാറ്റി. നാളെ രാവിലെ എൻ്റെ മക്കൾ വരുമ്പോൾ ഉണങ്ങിയ നിലത്തുകൂടെ പോകേണ്ടത് എനിക്ക് നിർബന്ധമാണെന്ന് കാണിച്ചുകൊണ്ട് രാത്രി മുഴുവൻ അവൻ ആ കാറ്റടിപ്പിച്ചുകൊണ്ടേയിരുന്നു. വെള്ളം ചിറ പോലെ പൊങ്ങുവാൻ കാറ്റടിപ്പിച്ചുകൊണ്ടേയിരുന്നവൻ ഇന്നും അവന് യാതൊരു മാറ്റവുമില്ല. ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാറ്റടിപ്പിക്കാൻ കഴിവുള്ളവൻ ഇന്ന് നമ്മളുടെ കൂടെ വിശ്വസ്തമായിട്ട് നിൽക്കുന്നതിനെ ഓർത്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. ഹല്ലേലൂയ. സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ, ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വഴികളെ തുറക്കുന്ന ഒരു കർത്താവ്. ഞാനും നിങ്ങളും കണ്ടിട്ടില്ലാത്ത അന്ന് വരെ ഇസ്രായേൽ ജനത അന്ന് രാത്രി കിടക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകത്തില്ല, ടുമോറോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു വാക്ക് ത്രൂ എ റെഡ് കാർപ്പറ്റ്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന അത്ഭുതത്തെ പറ്റി അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു അത്ഭുതം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്ന് രാത്രിയിൽ ഒരുക്കാൻ കഴിയുന്ന ഒരു കർത്താവിനെ ആർത്ത് വിളിച്ചൊന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ഒന്ന് വിളിച്ചു പറഞ്ഞു, ഇന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോൾ നാളെ രാവിലെയും എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ അവന്റെ ജീവനുള്ള വചനത്തിൽ കൂടെ തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ കൂടെ എനിക്കും നിങ്ങൾക്കുമുള്ള വഴി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ വചനം
ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ആർത്ത് വിളിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസത്താൽ എന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളിൽ പോലും കർത്താവിന്റെ വചനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Thank you, Jesus. കർത്താവിന്റെ പ്രവൃത്തികളുടെ മെയിൻ പ്ലാനുകളെല്ലാം ഇറ്റ്സ് ഓൾറെഡി സെറ്റ്. എവറിത്തിങ് ഇസ് സെറ്റ്. ഇന്നും നാളെയും ഒക്കെ നടക്കേണ്ട ബാക്കി കാര്യങ്ങളിൽ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ലോകത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും എല്ലാം മാസ്റ്റർ പ്ലാൻ എല്ലാം റെഡിയാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഇനി നടക്കാനുള്ള കാര്യങ്ങളിൽ കർത്താവിന്റെ വചനം എന്താ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീസ് ജസ്റ്റ് ബ്യൂട്ടിഫൈയിങ് ഇറ്റ്. നമുക്കൊക്കെ അറിയത്തില്ല, നമ്മൾ ഈ പെൻസിൽ വെട്ടുമ്പോൾ കട്ടറിനകത്തിട്ട്, പെൻസിൽ കട്ടറിനകത്തിട്ട്, ഷാർപ്പനറിനകത്തിട്ട് വെട്ടി കഴിയുമ്പോൾ ആദ്യം നല്ല ഫോഴ്സ് കൊടുത്ത് നമ്മൾ വെട്ടി കഴിയുമ്പോഴത്തേക്ക് കുറെ അതിന്റെ മെയിൻ വുഡ് അങ്ങ് പോകും അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പെൻസിലിട്ട് വെറുതെ കറക്കുന്ന അറിയാം, ഒന്ന് ഷാർപ്പൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ കർത്താവിന്റെ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിലാണ്. It's just chiseling off. It's making it better and better. He's making our plans sharper and sharper. ആദ്യം ചെയ്യേണ്ടതെല്ലാം ലോക സ്ഥാപനത്തിന് മുമ്പേ മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ഇന്ന് വീണ്ടും വീണ്ടും അവന് മതിയാകാത്തത് കൊണ്ട്, സ്നേഹത്താൽ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തുകൊണ്ടുള്ള സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ട് ഇന്ന് വീണ്ടും 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 എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത് വചനം കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ നാളെ കാണാൻ പോകുന്ന എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ അവൻ ഇന്ന് തന്നെ അവന്റെ പെർഫെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ സ്വർഗം ഓടിക്കൊണ്ടിരിക്കുക. പല കാര്യങ്ങളെ പറ്റി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യേശുവിന്റെ വചനം പറഞ്ഞത്, നാളെ പറ്റി വിചാരപ്പെടരുത്, ആ ദിവസം അതിനെപ്പറ്റി വിചാരപ്പെട്ടോളൂ. What I believe, that day is bothering about you, because it is a responsibility for that day to receive you in such a way that heaven will never complain about it. It is a responsibility of that day to treat you well. That day has to supply everything in a proper manner, because you are coming as a king. Amen. Hallelujah. When you step out of your bed, that day is getting worried about it. How I can please him or please her. Can you believe it? The day is thinking about us. The day is worrying about us. That is what Jesus said. The day will worry about you. Instead of that, we are worrying about that. We are worrying about the day. How I will do it on Monday, how I will face Wednesday. We have many things, but that day is worrying about us. Hallelujah. Thank you. ഞാനും നിങ്ങൾ നടന്നു ചെല്ലുമ്പോൾ എങ്ങനെ നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ റെഡിയാക്കാൻ ഉദ്ദേശിച്ച് ബാക്കി ദൂതന്മാരും ബാക്കി എല്ലാ കാര്യങ്ങളും വീണ്ടും 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 കാര്യങ്ങൾ പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, എത്ര ഭാഗ്യമുള്ളവരാണ്. യേശു അതുകൊണ്ട് തന്നെ പറഞ്ഞത്, നിങ്ങൾ അതിനെപ്പറ്റി വിചാരപ്പെടരുത്, ജാതികൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നു. കാരണം ജാതികൾക്ക് ആ ഓണർഷിപ്പ് കിട്ടിയിട്ടില്ല. We have an owner. എനിക്കൊരു ഉടയവനുണ്ട്. ഒന്ന് വിളിച്ചു പറഞ്ഞു, എന്നെ കരുതുന്നവൻ, എന്റെ ഉടയവൻ, എന്റെ ഉപനിധി. My love is there. Hallelujah. നമുക്കൊക്കെ അറിയാം, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കും. പക്ഷെ നമ്മുടെ സ്നേഹത്തിന്റെ എത്രയോ മടങ്ങ് നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ, നമ്മുടെ മനസ്സിൽ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്നേഹത്താൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലതും സൗജന്യമായി നൽകുകയില്ലയോ എന്ന് ചോദിച്ചത്. ഓ, എല്ലാം ഒരുക്കി വെച്ചിട്ട് വീണ്ടും കരയുന്ന ഒരു കുഞ്ഞിന്റെ മുമ്പിൽ ഒരു പിതാവ് ചെന്ന് സങ്കടത്തോടെ ചോദിക്കുന്ന പോലെയാ യേശു എന്ന് ചോദിച്ചത്. പിതാവ് എന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നെങ്കിൽ, ഏകജാതനായ പുത്രനായ എന്നെ തകർക്കാൻ ഏൽപ്പിച്ചെങ്കിൽ, പിതാവ് നിങ്ങൾക്ക് ബാക്കിയെല്ലാം തന്നു കഴിഞ്ഞിട്ടില്ലേ? Hallelujah. Because he is the witness. Jesus is the witness for that. സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയത് മുഴുവൻ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഒരുക്കിയതിന്റെ വിറ്റ്നസ് ആയി യേശു. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് നാളെ പറ്റി വിചാരപ്പെടുന്നത്? സകലതും പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നതൊക്കെയാണ്. അതുകൊണ്ടാവും പറഞ്ഞത് നീ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം ആരാധനയുടെ സമയത്ത് ആ പാട്ട് കേൾക്കപ്പോഴും നമുക്കറിയാം അല്ലേ, എല്ലാവരും പാടിൽ കണ്ടും കാണാതെയും പോകുന്നവരാ, പക്ഷേ എന്നാൽ എനിക്കൊരു സഹായകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞു, എനിക്ക് ഒരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതല്ല. എനിക്ക് ഉല്ലാസം, എനിക്ക് ഉല്ലാസം. വെറുതെ സന്തോഷിക്കൊന്നുമല്ല. I'm thrilled about it because I know that my daddy is sufficient for me. അവൻ അവിടെ ഉണ്ടെന്നുള്ളത് എന്റെ ഉറപ്പാ. സ്വർഗത്തിൽ എന്റെ ഉപനിധി അവിടെ നിൽക്കുന്നെന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ടാ പറയുന്നത്. ലോകത്തിൽ കാണുന്നതും കാണാതെയും പോകുന്നതും എല്ലാം തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ ആൾക്കാർ പോകുമ്പോഴും എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്റെ സഹായകൻ വാനിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ എന്നെ മാറ്റി നിർത്തുന്നവനല്ല, എന്നെ ചേർത്ത് പിടിക്കുന്നവൻ. അവൻ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്നവനാണെന്നുള്ള ഉറപ്പോടെ നിന്നുകൊണ്ടൊന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ യേശു എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. Thank you Jesus, thank you Jesus. അവൻ എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടത്തില്ല. നിശ്ചയം എന്നെ അടയാളമാക്കുമെന്ന് പറഞ്ഞെങ്കിൽ, if I am viable, if I am heeding to him, he will make his word. മുമ്പോട്ടുള്ള എല്ലാ ഭാരങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞു, വിളിച്ചവൻ ഇന്ന് വരെ എന്നെ നടത്തിയവന് യാതൊരു മാറ്റവും ഇല്ലാത്തതിനാൽ ഞാൻ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. He will never change. He will never change his words. His words and his promises have already gone for his work, and that will accomplish everything, and then only it will go back. എന്റെ നിങ്ങളുടെ മേൽ കിടക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിവർത്തിയാകുവാനായി ആ വചനം ബന്ധപ്പെട്ട് എന്റെ നിങ്ങളുടെ മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, oh hallelujah, I will just follow the word. I will follow Jesus. Amen. And I will follow him, and I will show, and I will see all the blessings. ഇന്ന് എന്റെ നിങ്ങളുടെ ഉത്തരവാദിത്വം വേറെ ഒന്നുമല്ല, യേശുവിന്റെ പുറകെ നടക്കുക, ജയോത്സവമായി നടക്കുക. വെറുതെ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നല്ല പറഞ്ഞു. ജയോത്സവമായി നിന്നെ നടത്തുമെന്ന് പറഞ്ഞ അവന്റെ വാക്കിൽ യാതൊരു വ്യത്യാസവും ഇന്നും വന്നിട്ടില്ല. ജയോത്സവമായി വായ് തുറന്ന് വിളിച്ചു പറഞ്ഞു, ജയോത്സവമായി. triumphant life, triumphant life. hallelujah. ജയിച്ച് സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ട് പോകുന്നതല്ല. നമുക്കൊക്കെ അറിയാം, ഇന്നിപ്പോ എവിടെയെങ്കിലും ഒരു ട്രയംഫ് നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിക്ടറി നടന്നിട്ടുണ്ടെങ്കിൽ, that will last for a day or for 3 മാക്സിമം. പക്ഷെ വചനത്തിൽ പറയുന്ന ക്രിസ്തു യേശുവിൽ എല്ലായ്പ്പോഴും ജയോത്സവമായി. 24/7 ഈ ജയോത്സവമായിട്ടാണ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ജയത്തിന്റെ ഉത്സവത്തിനകത്ത് നടത്താൻ ശരീരം സമ്മതിക്കത്തില്ലായിരിക്കും, മനസ്സ് സമ്മതിക്കുകയില്ലായിരിക്കും. പക്ഷെ ഉള്ളിലിരിക്കുന്ന മനുഷ്യൻ പറയുക, ഞാൻ ജയോത്സവമായി നടത്തപ്പെടാൻ വിളിക്കപ്പെട്ടവനാണ്. നിന്റെ ശരീരം കൊണ്ട് എന്നെ ഒതുക്കരുത്, നിന്റെ മനസ്സുകൊണ്ട് എന്നെ ഒതുക്കരുത്. I want to be triumphant. Oh hallelujah. അകത്തെ മനുഷ്യൻ ഇന്നെ കേട്ടോണ്ടിരിക്കുന്ന അനേകരുടെ അകത്തെ മനുഷ്യൻ എന്ന് നിങ്ങളോട് ഞെരുങ്ങിക്കൊണ്ട് പറയുക, your body may not permit it, your mind may not permit, but I want to walk in triumph. Oh hallelujah. ഒന്ന് വിട്ടുകൊടുക്കാമോ? അകത്തെ മനുഷ്യൻ ഇരുന്നുകൊണ്ട് അവനിരുന്ന് ബുദ്ധിമുട്ടുന്ന ഒന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞ്, ശരീരത്തോട് പറഞ്ഞ് കീഴടങ്ങി കൊടുക്കുക, മനസ്സിനോട് പറഞ്ഞ് കീഴടങ്ങി കൊടുക്കുക. കാരണം ജയോത്സവമായി നടത്താൻ ആ ശരീരമേ നിന്നെ വിളിച്ചിരിക്കുന്നത്, ജയോത്സവമായി നടക്കാൻ ആ മനസ്സെ നിന്നെ വിളിച്ചിരിക്കുന്നത്. അകത്തിരിക്കുന്ന മനുഷ്യന് ചെവി കൊടുത്തേ, അകത്തിരിക്കുന്ന മനുഷ്യനെന്ന് ചെവി കൊടുത്തേ, എങ്കിൽ നിന്റെ ശരീരവും നിന്റെ മനസ്സും ആ ജയം അനുഭവിച്ചിരിക്കും നിശ്ചയം. കാരണം ജീവന്റെ വചനം, ജീവന്റെ വചനം, ജീവനുള്ളത് കെടാത്ത ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അകത്തെ മനുഷ്യൻ നിന്റെ ഉള്ളിൽ ഇരുന്ന് തുടിക്കുമ്പോൾ അവൻ പറയാ, ജയം എനിക്ക് അവകാശമാ, ജയം എന്റെ അവകാശമാ. നിന്റെ ശരീരം സമ്മതിക്കത്തില്ലായിരിക്കും, നിന്റെ മനസ്ഥിതി സമ്മതിക്കത്തില്ലായിരിക്കും, പക്ഷേ എന്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ ജയാളിയായിരിക്കുന്നത് കൊണ്ട്, that is my right, that is my birthright, that I will walk in triumph, I will walk in Christ, I will walk in triumph. Hallelujah. Thank you Jesus.
അകത്തെ മനുഷ്യൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ അകത്തെ മനുഷ്യൻ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഇറ്റ്സ് ഗ്രീവിംഗ്. He is grieving to experience that victory, but your body, your mindset may not allow it. Hallelujah. Hallelujah. When you have fellowship with Holy Spirit, the inner man will get strengthened and he will trample your mindset. He will trample your body. Then he will say that I am the one who is going to control you. Hallelujah. That was the real order. When he created us, that was the real order. And when we got born again, he really recreated it back. Hallelujah. ഇന്ന് ജയാളിയായിട്ട് നടക്കാൻ എൻ്റെ അകത്തെ മനുഷ്യൻ ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിനോട് പറയണം, ഇല്ല ഇല്ല, പരാജയം, നിന്റെ ക്ഷീണം, നിന്റെ പരാജയം, ഇതിനെ ഒന്നും ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ അകത്തിരിക്കുന്നവൻ നിന്നേക്കാളും വലുതാണ്, നിന്നേക്കാളും ബലവാനാണ് എന്ന് ഞാൻ വിശ്വസിച്ച് വായി തുറന്ന് പറയുമ്പോൾ that result will happen. Amen. Hallelujah. Hallelujah. ഇന്ന് എൻ്റെ നിങ്ങളുടെ വാക്കിനകത്ത് എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തെ കീഴ്പ്പെടുത്തുന്ന, മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന വാക്കുകൾ പുറത്തേക്ക് പോകുമ്പോൾ അത് ആ ഞെരുക്കങ്ങളെ പിടിച്ചൊതുക്കി വെച്ചിരിക്കുന്നതിനെ മുഴുവൻ പൊട്ടിച്ച് വെളിയിൽ വന്നിട്ട് പറയും, അകത്തെ മനുഷ്യൻ ജയാളിയായിരിക്കുന്നുണ്ട്, നീയും ജയാളിയ. You are victorious in Christ. Hallelujah. Hallelujah. വേണ്ടാത്ത സകലതിനെയും യേശുവിന്റെ നാമത്തിൽ ചവിട്ടി അതിന്റെ മേൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞേ, ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ജയാളിയാണെന്ന് വചനം പറയുന്നെങ്കിൽ, ഞാൻ വിക്ടോറിയസ് ആണെന്ന് വചനം പറയുന്നെങ്കിൽ, എന്റെ സകല കാര്യങ്ങളിലും സ്വർഗം ഉത്തരവാദിത്വം ഏറ്റെടുത്തെന്ന് പറയുന്നെങ്കിൽ, ശരീരമേ മനസ്സെ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ വിട്ടു തരത്തില്ല, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ജയാളിയായി തന്നെ നടക്കും. ജയോത്സവമായി എന്നെ നടത്തുന്ന ക്രിസ്തു യേശുവിൽ എല്ലായ്പ്പോഴും ജയോത്സവമായിട്ട് എന്നെ നടത്തുന്നവൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആർത്ത് വിളിച്ച കർത്താവിനെ ഒരിക്കൽ കൂടെ ഒന്ന് മഹത്വപ്പെടുത്തിയിട്ട് പറഞ്ഞു, കർത്താവെ, അകത്തിരിക്കുന്ന മനുഷ്യൻ ജയാളിയായിരിക്കുന്നതുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഞാൻ കീഴ്പ്പെടുത്തും. എന്റെ ശരീരം ആരോഗ്യം കൊണ്ട് പുതുകി വരും. എന്റെ മനസ്സിലെ ഇടുക്കങ്ങൾ മുഴുവൻ പൊട്ടി മാറും. എന്നെ കൊണ്ട് ഇത്രേ സാധിക്കൂ, എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ എന്ന് പറയുന്നതല്ല. ലോകത്തിൽ അനേകർ പരാജയപ്പെട്ടിടത്ത് 2 പടക് നിറയുമാറ് എനിക്കുള്ളത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വായി തുറന്ന് പറയുമ്പോൾ, പരാജയപ്പെട്ടവന്റെ ഇടയിൽ നിന്ന് തന്നെ നിന്നെ വലിച്ചെടുത്ത്, പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിനിടയിൽ നിന്ന് തന്നെ നിന്നെ വലിച്ചെടുത്ത്, നിന്റെ മുഴുവൻ ഹിസ്റ്ററി മാറ്റി എഴുതിക്കൊണ്ട് പുതിയൊരു സൃഷ്ടിയാക്കി നിന്നെ അവരുടെ മുമ്പിൽ തന്നെ അവർക്കും കൂടെ അനുഗ്രഹമായി തീരുന്നത് പോലെ 2 പടക് നിറയുമ്പോൾ, ഓ ഹല്ലേലൂയ, മറ്റുള്ളവരെ മാടി വിളിച്ച് നിനക്ക് കിട്ടിയ അനുഗ്രഹം ഷെയർ ചെയ്യത്തക്കവണ്ണം യേശുവിന്റെ നാമത്തിൽ, ഓ ഹല്ലേലൂയ, ഉള്ളിലെ എല്ലാ ഇടുക്കങ്ങളും പരാജയത്തിന്റെ ബോധം മുഴുവൻ മാറിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ മുമ്പോട്ട് എഴുന്നേറ്റ് വരുവാൻ, മുൻപോട്ട് നടക്കുവാൻ, ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി നടക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, നിന്റെ മുമ്പേ പോകുന്ന വചനം നിനക്ക് വേണ്ടി ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാജ്യത്ത് ഞാൻ നന്മ അനുഭവിക്കും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ വാലുള്ള തലയായി തീരും. ഓ ഹല്ലേലൂയ, എന്റെ കളപ്പുരകളെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ ശക്തി, എന്റെ കളപ്പുരകളെ നിറയ്ക്കുന്നത് ഞാനല്ല, അവന്റെ ശക്തിയാൽ, ഉയർപ്പിച്ചവന്റെ അതേ ശക്തിയാൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നത് കൊണ്ട്, it is still in work for me. Oh, the same power which brought Christ from the dead is still working upon me. Amen. Oh Jesus, hallelujah. Thank you, Jesus. Hallelujah. ഇന്നുകൊണ്ട് ഇടുക്കങ്ങൾ മുഴുവൻ, ഈ കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞു വിട്ട സകല ഇടുക്കങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഒന്ന് പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് പറഞ്ഞേ, ഇല്ല, ഞാൻ താഴാനല്ല എന്നെ വിളിച്ചത്, ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് പറയുന്ന വചനത്തിനകത്ത് ജീവനിരിപ്പുണ്ട്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇന്ന് എന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ വാക്കിന് നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞേ, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ വാക്കിൽ നിന്ന് തന്നെ അവന്റെ ജീവശക്തി നിങ്ങൾക്ക് വേണ്ടിയുള്ള സകലതിനെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കണ്ടോണ്ട് പറഞ്ഞേ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറയുമ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഒരു അടയാളമാക്കി, അനേകർക്ക് അനുഗ്രഹമാക്കി. ഓ ഹല്ലേലൂയ, ഇന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ അനുഗ്രഹം ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്നവര് മുഴുവൻ അനുഭവിക്കുമെന്ന് വിളിച്ചു പറയാമെങ്കിൽ, ഓ ഹല്ലേലൂയ പറഞ്ഞേ, എന്റെ പടകം നിറയും,
എന്നെ കേട്ടോണ്ടിരിക്കുന്നവരുടെ പടകും കൂടെ നിറയ്ക്കാനുള്ളത് എന്റെ കയ്യിൽ കർത്താവ് തരുമെന്ന് വായി തുറന്നു പറഞ്ഞു. ഈ രാജ്യത്തിൽ തന്നെ എന്നെക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള അനേകർ പരാജയപ്പെട്ട ഈ രാജ്യത്ത് തന്നെ, എന്നേക്കാൾ കഴിവുണ്ടെന്ന് പറഞ്ഞു വന്ന അനേകർ പരാജയപ്പെട്ട ഈ രാജ്യത്ത് തന്നെ എന്നെ കൊണ്ട് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യിക്കും, അടയാളമാക്കി എന്നെ നിർത്തും. വായി തുറന്ന് വിളിച്ചു പറഞ്ഞു, എവിടെ എവിടെ ഒതുക്കപ്പെട്ടോ, എവിടെ താഴ്ന്നോ, ഓ ഹല്ലേലൂയ, 100 മടങ്ങായി ഉയർത്തുന്നവനെ വിശ്വസിച്ചോണ്ട് അനേകർ പരാജയപ്പെട്ടിട്ട് തന്നെ വിജയമാക്കി തീർക്കുമെന്ന് വായി തുറന്ന് വിളിച്ചു പറയാം. ഈ രാജ്യത്ത് എന്നേക്കാൾ ക്വാളിഫൈഡ് ആയിട്ട് വന്നവർ, എന്നേക്കാൾ കഴിവുള്ളവരായിട്ട് വന്നവർ പരാജയപ്പെട്ടിടത്ത് തന്നെ എന്നെ കർത്താവ് ഉയർത്തി മാനിക്കും. അതെന്റെ ശക്തിയാലല്ല, ഈ മൺകൂടാരത്തിൽ തന്നിരിക്കുന്ന അവന്റെ ശക്തിയാൽ. ഓ ഹാലലൂയ. ആശ്രയം മുഴുവൻ അങ്ങോട്ടൊന്ന് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞേ, ഓ ഹാലലൂയ, നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ ഉള്ളിലെ അകത്തെ മനുഷ്യനെ നീ തന്നെ ബലപ്പെടുത്തി മുമ്പോട്ട് പോകും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹാലലൂയ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം മുമ്പിലേക്കൊന്ന് കണ്ടോണ്ട് പറഞ്ഞേ, കർത്താവിനോട് പറഞ്ഞേ, കർത്താവ് നീ എന്നെ ഇവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. തരാനുള്ളതെല്ലാം ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞു. എവറിത്തിങ് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ്, ബട്ട് ഹി ഈസ് ബ്യൂട്ടിഫൈയിങ് ഇറ്റ്. ഹല്ലേലൂയ. കണ്ടോണ്ട് പറഞ്ഞ കർത്താവെ, മുഴുവൻ കാര്യങ്ങളും എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട്, നാളത്തെ ദിവസം എന്നെ പറ്റി വിചാരപ്പെടുന്നതുകൊണ്ട്, ഞാൻ ആ ദിവസത്തെ പറ്റിയല്ല, ആ ദിവസം എന്നെ പറ്റി വിചാരപ്പെടുന്നതുകൊണ്ട്, ആ മാസം എന്നെ പറ്റി വിചാരപ്പെടുന്നതുകൊണ്ട്, ആ വർഷം എന്നെ പറ്റി വിചാരപ്പെടുന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. ഈ രാജ്യത്തിൽ തന്നെ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന പെരുത്ത മീൻകൂട്ടം, വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പെരുത്ത മീൻകൂട്ടം കൊണ്ട്, ഹല്ലേലൂയ, അതെന്റെ പടക് നിറയുമ്പോഴും ഞാൻ ഒരു കാര്യം മാത്രം പറയും, മുട്ടുകുത്തിയിട്ട് പറയും, കർത്താവെ, ഈ പടകല്ല നിന്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത്. ബാക്കിയെല്ലാം വിട്ട് കർത്താവെ, ഐ നീഡ് യു, എനിക്ക് വേറെ ഒന്നും വേണ്ട, അപ്പൊ നിന്നെ മാത്രം മതി. ഇറ്റ്സ് എ ട്രെയിനിങ് പീരീഡ്. ഓരോ ദിവസവും നമ്മൾ ആരെ പെർഫെക്റ്റ് ആക്കിയിട്ടില്ല. കർത്താവ് ഓരോ ദിവസവും ചെത്തി മിനുക്കി അവന്റെ വചനത്താൽ വെടിപ്പാക്കി, കറ ചുളുക്കം വാട്ടം ഇതൊന്നുമില്ലാതെ അവന്റെ മണവാട്ടി അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ഇതെന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ മണവാട്ടിമാരും പറഞ്ഞേ, അവൻ എന്നെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക, അവൻ എന്നെ ഇന്ന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഇതൊന്നുമില്ലാതെ, ബ്ലെമിഷ് ഇല്ലാതെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് ഓരോ ദിവസവും പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരുന്നതിനെ ഓർത്ത്, ഹല്ലേലൂയ, ആ വചനത്തിന്റെ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് ഓരോ ദിവസവും നമ്മളെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ്, മകനെ ഇത് നമുക്ക് വേണ്ട, മകളെ ഇത് വേണ്ട, ഓരോന്ന് പറയുമ്പോൾ ഇത് അല്പം കൂടെ ആവാം, സ്നേഹം അല്പം കൂടെ ആവാം, ഇത് മാറ്റി വെച്ചേ, ഈ ഓരോ കാര്യങ്ങളിൽ നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ഇറ്റ്സ് മേക്കിംഗ് us more beautiful. താങ്ക് യു ജീസസ്. നമ്മൾ ആ ക്വാളിറ്റീസ് ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളെ നോക്കി സന്തോഷിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ, മൈ ലവർ ജീസസ്. ഓരോ നിമിഷവും എന്നെ നിങ്ങളെ നോക്കി സന്തോഷിക്കുന്ന ഒരുവനുണ്ട്. നമ്മൾ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നന്ദി കർത്താവേ എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തോണ്ട് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എല്ലാ ഇടുക്കങ്ങളും മാറട്ടെ, എല്ലാ പരാജയ ഭീതിയും മാറട്ടെ. കർത്താവിന്റെ വാക്കിൽ അടിയുറച്ച് വിശ്വസിച്ച് പടക് അങ്ങേക്ക് വിട്ടു തന്നോണ്ട്, പടക് നീൽക്കാൻ പറഞ്ഞ നീക്കാനും, ആഴത്തിലേക്ക് പോകാൻ പറഞ്ഞ പോകാനും, വല ഇറക്കാന്ന് പറഞ്ഞ വല ഇറക്കാനും റെഡിയാകുമ്പോൾ, കർത്താവ് നീ വാക്കിൽ വിശ്വസ്തനായിരിക്കുന്നുണ്ട്. എന്നെ എവിടെയെങ്കിലും കർത്താവ് നീ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ എന്നെ എവിടെ നിന്നെങ്കിലും മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ എന്റെ ജീവിതത്തിൽ ഓരോ പ്ലാനുകളിൽ കർത്താവ് നീ എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒന്ന് അറിയുന്നു, കർത്താവ്, ഇതെല്ലാം നിന്റെ പദ്ധതി പ്രകാരം. നിന്റെ വചനം തന്നെ പറയുന്നു, ഒരു മുടിനാര് പോലും ഞാൻ അറിയാതെ കുഴിയില്ലെന്ന് പറഞ്ഞു. ഏറിയ കുരുകിലിനേക്കാൾ നിങ്ങൾ വിലയുള്ളവരാണെന്ന് പറഞ്ഞു. അതേ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഇന്ന് യേശു സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ കർത്താവെ, ഭൂമിയിൽ യേശു നടന്നപ്പോൾ പിതാവ് എങ്ങനെ കരുതിയോ, എങ്ങനെ സ്നേഹിച്ചോ, എങ്ങനെ അറ്റൻറ്റീവ് ആയിരുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ മേലിൽ നിന്ന് സ്വർഗത്തിന്റെ മുഴുവൻ ശ്രദ്ധയുള്ളവനായിട്ട് സ്തോത്രം. തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. Thank you, Jesus.
സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. ആ സ്നേഹത്തിനകത്ത് മുങ്ങി ഓരോ ദിവസവും പോകുക. ആ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് തന്ന ഭാഗ്യമാണ് ഏറ്റവും വലുത്. കർത്താവിനോടുള്ള കൂട്ടായ്മ. സമയം വെച്ചിട്ടല്ലല്ലോ കർത്താവ് നമ്മുടെ കൂടെ വന്നത്. ഏത് സമയത്തും അവന്റെ അതേ പ്രതിരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട, കൂട്ടായ്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആദമിനും ഹവ്വയ്ക്കും ഒരു പ്രത്യേക സമയം അനുവദിച്ചു കൊടുത്തിട്ട് ആ സമയങ്ങളിൽ വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കാൻ ചെല്ലുമായിരുന്നു എന്ന വചനം പറയുന്നു. ആ ഒരു സമയമായിരുന്നു അവർക്ക് അപ്പോയിന്റ് ചെയ്തിരുന്ന സമയം. ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവം തന്നെ സൃഷ്ടിച്ച ആദ്യ മനുഷ്യന് കൊടുത്തിരുന്ന അവകാശം വൈകിട്ടത്തെ സമയത്തെ മീറ്റിംഗ്. ഹല്ലേലൂയ. യേശു വരുന്നതിന് മുമ്പേ പ്രവാചകൻ പ്രവചനത്തിൽ പറഞ്ഞു വിട്ടത് എന്താണ്? അവന് പേരിടേണ്ടത് എങ്ങനെയാണെന്നാ പറഞ്ഞത്? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. 24/7 അവൈലബിൾ ആയിട്ടുള്ള ഒരു കർത്താവ്. സമയം വെച്ച് വരുന്നവനല്ല, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരുന്നവനല്ല. 24 മണിക്കൂറും എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മളുടെ കൂടെ വരുന്ന ഒരു കർത്താവ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതിനായിട്ട് ഹല്ലേലൂയ. 24 മണിക്കൂറും എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള തക്ക സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ. വൈകിട്ട് വരാൻ നോക്കിയിരിക്കേണ്ട, എപ്പോൾ വേണമെങ്കിലും അവന്റെ അടുക്കൽ ചെല്ലാം. അവൻ വരാൻ നോക്കിയിരിക്കേണ്ട, ഇന്ന് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ അവകാശം. ഏദൻ തോട്ടത്തിൽ കർത്താവ് ദൈവം ഇറങ്ങി വരികയായിരുന്നു ചെയ്തത്. ഇന്ന് കയറി ചെല്ലുവാൻ നമുക്ക് അവകാശമുണ്ട്. ഹല്ലേലൂയ. ഇറങ്ങി വരുന്നവനെ നോക്കിയിരിക്കാനല്ല, കയറി ചെന്ന് അവകാശം എടുക്കാൻ. ഓ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ, ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലല്ല, ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല. ഏത് സമയത്തും കയറി ചെല്ലുവാൻ. ഹല്ലേലൂയ. ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തരുടെയും അവകാശമാണ് ഈ ആക്സസ്. കയറി അവന്റെ അടുക്കൽ ചെല്ലാൻ. ഏത് സമയത്തും ഇറങ്ങി, ദൈവം ഇറങ്ങി സ്വർഗത്തിൽ നിന്ന് എന്റെ അടുക്കൽ വന്ന് കൂട്ടായ്മ ആചരിക്കാനല്ല, ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി പോകുവാൻ ഒരു വാതിൽ എനിക്കായി തുറന്നതിനെ ഉള്ളൂ. ഹല്ലേലൂയ. അതായത് യേശു, ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞവനിലൂടെ എനിക്ക് പിതാവിന്റെ അടുക്കലേക്ക് ആക്സസ് ഉണ്ട്. ഏത് നിമിഷവും കയറിച്ചില്ല. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മള് നാളുകളായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് അനുവദിക്കുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ വചനം പഠിച്ചു തുടങ്ങിയത് ഓർക്കുന്നുണ്ടായിരിക്കും. ഹീബ്രൂസ് നമ്മൾ വേർഡ് ബൈ വേർഡ് പഠിച്ചു വരികയായിരുന്നു. ഇടയ്ക്ക് വെച്ച് പരിശുദ്ധാത്മാവ് ചില റീഡയറക്ഷൻസ് തരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോയി. ഇപ്പോൾ വീണ്ടും അതിനകത്തേക്കൊന്ന് ലാൻഡ് ചെയ്യാൻ പറയുന്നോണ്ട് അങ്ങോട്ട് പോകും. അടുത്ത ആഴ്ച എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോൾ കർത്താവ് പറയുന്നതനുസരിച്ച് നമ്മൾ ഹീബ്രൂസ് എവിടം വരെ എടുത്തെന്ന് ഓർക്കുന്നുണ്ടോ? It's an old story now. We covered till chapter 9. നമ്മൾ 10 മുതൽ അതിനെ എടുക്കാനുള്ളത്. So we have 10, 11, 12 and 13. So then Hebrews will be over. ഓർത്ത് വയ്ക്കുമ്പോൾ വർഷങ്ങളല്ലേ, എനിക്ക് തോന്നുന്നു വേർഡ് ബൈ വേർഡ് എടുത്ത് പോകുന്നുണ്ട്. വർഷങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തോളം ആകും എന്ന് എനിക്ക് തോന്നുന്നു. So we will go in the same way. I just want to brush up your memory. So I'll just give that background once again. You may not get bored about it, but still to have a refresh memory, it's good to have a background of that. So Hebrews was written for a group of people who have the Hebrew background, that means the Jewish background. When this was written, the temple was there. These people came in Jesus just by faith. From their old backgrounds, they just
believed Jesus and they started practicing Christianity based on the New Testament. So they were the new believers who came from an old established background. They came to faith, but even at that time, the temple was existing there. And to maintain their faith, it was not an easy situation because there was a lot of tribulations. So there was a great chance that they will go back to their old faith where they will have a calm journey. They will not have any issues. So if you think about them, they are something, these Hebrews, a bunch of people who were planning to go back to the old faith. So they had that plan, they were wavering. If we say in one word, they were just planning to go back. They were wavering whether to go to the old faith or to maintain this one. Something like a cat on the wall. കയ്യാലപ്പുറത്തെ തേങ്ങ നമ്മൾ പറയുന്ന പോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, തിരിച്ചങ്ങ് പോയാൽ പഴയ സഭയിൽ പോയാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഈ പീഡനം ഒന്നും സഹിക്കണ്ട എന്ന് പറയുന്ന അവസ്ഥയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. So Paul was writing to them, telling them that don't jump to the other side. Where you stand now is the right one, even though it is difficult. And he was proving them that the established church or the temple, which was in existence at that time, that they had something to look at. They had something attractive. But Paul was saying that this is only the shadow. And the faith which you are standing today is the real one. He was telling that the temple, the existing temple, when Hebrews was written, the temple was there. It was not destroyed. So for the Hebrew people, they had the temple at that time. When they look at the temple, there are a lot of things going on. It's very interesting. നമുക്കൊക്കെ അറിയത്തില്ലേ, കർത്താവിൽ വന്നതിന് ശേഷം പെരുന്നാളും ഇല്ല, വെടിക്കെട്ടും ഇല്ല, അല്ലേ? മറ്റേതൊക്കെ ഇല്ലായിരുന്നു. ഒന്നും അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ഒരു കഞ്ഞിയെങ്കിലും ഉണ്ടായിരുന്നില്ല. നോക്കാൻ പലതും ഉണ്ടായിരുന്നു, അല്ലേ? പണ്ട് നമുക്ക് നോക്കാൻ പലതും ഇല്ലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് നോക്കാൻ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവർ തിരിച്ചു പോകാൻ ഒരുങ്ങിയവരോടാ പറഞ്ഞത്, this temple is only a shadow. You are believing the real one, the substance. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടതിനകത്ത് ഈ 10 അധ്യായങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ പഴയതിലേക്ക് തിരിഞ്ഞു പോകുന്നതിനേക്കാളും, എപ്പോഴും തങ്കപ്രഭു പറയുന്നത് കേട്ടിട്ടില്ലേ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എപ്പോഴും ഉള്ളത് ബെറ്റർ എന്ന് പറയുന്ന വേർഡ്. നല്ല ഒരു മഹാപുരോഹിതൻ, നല്ല ഒരു കുഞ്ഞാട്, നല്ല യാഗം, ഇതെല്ലാം ബെറ്റർ കവണന്റ്. ഇത് ഓരോന്നും പറയുന്നത് നിങ്ങൾ അതിലേക്കല്ല നോക്കേണ്ടത്, ഇവിടേക്ക് നോക്കുക. നിങ്ങൾ നിൽക്കുന്ന ക്രിസ്തുവിലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എഴുതുന്ന ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. So we finished till 9 and now we are starting 10. So always Paul is convincing this Jewish people. He's arguing with them and he's presenting all the Old Testament figures who are the heroes, who are the real heroes for them. ഈ എബ്രായരെ സംബന്ധിച്ചിടത്തോളം, ഹീബ്രൂസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആൾക്കാരെന്ന് പറയുന്നത് their heroes are the Old Testament heroes. And Paul takes each and every one of them and he says that Jesus is better than them. Jesus is better than any sacrifice. The temple is there. At that time, there was a lot of things going on in the temple. And Jesus says that whatever is going on in the temple, it is beautiful to see, it's beautiful to watch, but it's worthless. ഈ ഓരോ പോയിന്റ് പറഞ്ഞാണ് ഈ 10ാമത്തെ അധ്യായം വരെ എത്തുന്നത്. 10ാമത്തെ അധ്യായം മുതൽ നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങുന്നു. എവിടെ വരെ പോകുമെന്നോ എത്ര വരെ നമുക്കിന്ന് നീക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. പക്ഷെ let us move on.
Hebrews chapter 10 verse 1 മുതൽ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും വായിച്ച് നമ്മൾ സാധാരണ പൊക്കോണ്ടിരുന്ന അതേ പേസിൽ വളരെ പതുക്കെ പോകുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഫോർ ദ ലോ, ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ റെഫർ ചെയ്യുന്നവര് NKJV ആണെങ്കിൽ ഏറ്റവും നല്ലത്. KJV ആണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം, നമുക്ക് ടെക്സ്റ്റിൽ അല്പ വ്യത്യാസങ്ങൾ കാണും. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഓൾഡ് ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. For the law, having a shadow of the good things to come and not the very image of things, can never with these same sacrifices which they offer continually by year make those who approach perfect. Hallelujah. So the sacrifices were going on in the temple. When this Hebrew people were leaving, temple was there and they were looking at those sacrifices offering in the temple. മലയാളത്തിൽ അത് വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ന്യായ പ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വാങ്ങുന്ന അതേ യാഗത്താൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. കാരണം ഈ യാഗങ്ങൾ നടക്കുന്ന ഓരോ സാക്രിഫൈസും ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. And it was not the real substance, it was not the image, it was not the real thing, it was only a shadow. So it was not the real substance. So whatever attached with those shadow is not that useful because it is not the original. ന്യായ പ്രമാണം ഒറിജിനൽ അല്ലാത്തതുകൊണ്ട് ന്യായ പ്രമാണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു യാഗവും യൂസ്ഫുൾ അല്ല. അതായത് ഹീബ്രൂസിനോട് പറയാൻ നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, അവിടെ നടക്കുന്ന ഈ ചടങ്ങുകളൊന്നും പൂർണ്ണമായ ഒരു പ്രമാണത്തിൽ ഉറച്ചതല്ല. ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ ദ സബ്സ്റ്റൻസ്, ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ഷാഡോ. ഹല്ലേലൂയ. അതായത് സാമ്പിൾ മാത്രമാണ് അവിടെ നടക്കുന്നത്, ഒറിജിനൽ വേറെ. അപ്പൊ ഒറിജിനൽ കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ നടക്കേണ്ടത്. കാരണം ഒറിജിനൽ നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? റെപ്പറ്റീഷനാണ്. കാരണം വർക്ക്, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ വർക്ക്. ലോ ഈസ് ബേസ്ഡ് ഓൺ ദ വർക്ക്. So they will keep on doing this thing and it is not useful. എന്ത് വരുത്താനാണ്? സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുന്നതല്ല. കാരണം you will not get a sanctification if you are depending upon those works, because it is keep on repeating. It will never get you out of sin because they are keep on repeating it. അടുത്ത വാക്യത്തിൽ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് വേഴ്സ്. For then would they not have ceased to be offered? For the worshippers, once purified, would have had no more consciousness of sins. So മലയാളത്തിൽ വായിക്കുന്നത്, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ലയോ? See, if it is a clear removal of sin, it will happen only once. So if it is a perfect one, if that sacrifice is perfect, then you should not repeat it again and again. So in the temple, it is keep on getting repeated. Why? Because it is not the proper one. So that is why they were keep on doing it. They are not sure about their sanctity. They don't know. If that is perfect, then it would have stopped. അല്ലേ? നമ്മൾ ഒരേ കാര്യം ഇതിപ്പോ നമുക്ക് ചെയ്ത് തീർന്നു എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ വീണ്ടും 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 ഇത് ചെയ്തുകൊണ്ടിരിക്കും. ചെയ്ത ഒരു കാര്യം പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തത്തില്ലേ? അത്
ഹല്ലേലൂയ. നമ്മളിപ്പോ ഒരു ഡിഷ് എടുത്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രാവശ്യം വാഷ് ചെയ്തുകൊണ്ടിരിക്കുമോ? അതിനകത്ത് അഴുക്ക് മാറുന്നവരെ വാഷ് ചെയ്യുള്ളൂ. അത് കഴിയുമ്പോൾ വാഷിങ് നിർത്തത്തില്ലേ? വാഷിങ് നിർത്തുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അഴുക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ യാഗങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക് പോയിട്ടില്ല. ഇപ്പോഴും അവർക്ക് അതിനെപ്പറ്റി ബോധമില്ല. അതേ സമയത്ത് ക്ലീൻ ആയി കഴിഞ്ഞാലോ പിന്നെയും തെച്ചോണ്ടിരിക്കുക ഇല്ലല്ലോ, തിരിച്ചെടുത്താനേ വെക്കും. ഇതുപോലെ തന്നെയാണ്. See, they are keep on repeating these rituals. The rituals cannot give you a confidence that you are clean because you are keep on doing it. Hallelujah. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനം ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അതാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ആ 2 വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക്, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. നോക്കിയോ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യാഗം നടക്കുന്നിടത്ത് പോകുമ്പോൾ എന്തായിരിക്കും നമുക്ക് തോന്നുന്നത്? 1 year you have done it, okay, you just finished your sacrifice. When you're going back, what you're thinking about coming next year to do the same thing because you are not clean. It is reminding you every moment about your sin because it is not complete. നമുക്കൊക്കെ അറിയത്തില്ല, ഈ പണ്ട് നേർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫറിങ് അല്ലെങ്കിൽ നേർച്ച ഇടുക അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചെയ്യാവുന്ന ഒരു നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത പ്രാവശ്യത്തെ, ഇപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ഇപ്പം മലയാറ്റൂര് പള്ളിയിൽ പോകും, ഒരു വർഷം പോയി കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്കൂടെ നമ്മൾ പോകാനുള്ള ചിന്തയിലാണ് പോകുന്നത്. കാരണം എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യുന്നോ അത്രയും നമ്മൾ ഏതാണ്ട് പെർഫെക്റ്റ് ആയി നമ്മുടെ വിചാരം അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഓർക്കുന്നത്, ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുന്നിടത്താണ് ഈ കുരിശുപള്ളിയുള്ളത്. അവിടെ പൈസ ഇടുക എന്ന് പറയുന്നത് ഒരു റുട്ടീനാണ്. അത് പോരുന്ന വഴിക്ക് അത് അറിയാതെ നമ്മൾ ഇട്ടിരിക്കുക. എങ്ങനെയായാലും വണ്ടി നിർത്തി അവിടെ ഇട്ടേ പോവുള്ളൂ. ഇനി ഓരോ പ്രാവശ്യം വണ്ടി എടുത്തോണ്ട് പോകുമ്പോൾ ഇത് ഇടും. അത് അറിയാതെ തന്നെ നമ്മൾ പോലും അറിയാതെ ഒരു ഇൻവോളണ്ടറി ആക്ഷൻ അതിനകത്തേക്ക് പോയിടുന്നു. Because we are not free from it. Because if we don't do it, we have a guilty feeling. We are thinking about something. We are afraid about it. പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പറയുകയും വേണ്ട. അപ്പോഴേ ആദ്യത്തെ വാക്യം കണ്ടോ വിടാതെ വന്നതിന്റെ. Hallelujah. So this is the work. When you are doing things based on the work or the law, you have to keep on repeating it because that guilty feeling, your consciousness is not clear. Your mind is not clear from it because the sin reigns there. അതാ പറയുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് പെർഫെക്റ്റ് അല്ല. അടുത്ത വാക്യത്തിൽ, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. അടുത്തതിനകത്ത് പറയുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. Hallelujah. So it is imperfect. What they are doing there, they are pouring the blood of cattle. It is not perfect. കർത്താവ് പറയുന്നത് അതൊന്നും പെർഫെക്റ്റ് അല്ല. അതിന് it cannot cleanse your sin. So it is useless. അടുത്ത വാക്യത്തിൽ പറയുന്നത് ശരിക്കും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷൻ തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് യേശു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രവാചകൻ പറയുന്നത് പോലെ തന്നെ പറഞ്ഞിട്ട് അവിടെ എഴുതുന്നത്. It is in Micah 6:6 6 7 ഒക്കെ നോക്കുമ്പോൾ അറിയാം. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, പോയാൽ നമുക്ക് ഒത്തിരി സമയം പോകുന്ന കാര്യം. So for it's possible that the blood of bulls and goats could not take away sins. അവിടെ പറയുന്നുണ്ട്, അതായത് ഇതൊന്നും അല്ല എനിക്ക് ആവശ്യം, നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു റിച്വലും അല്ല എനിക്ക് ആവശ്യമെന്നാണ് ആ പഴയ നിയമത്തിൽ അവിടെ പറയുന്നത്. അടുത്ത വാക്യം from 5. Therefore, okay, yeah, just read it. Therefore, when he came into the world, he said,
Sacrifice and offering you did not desire, but a body you have prepared for me. In burnt offerings and sacrifices for sin you had no pleasure. Then I said, Behold, I have come. In the volume of the book it is written of me, to do your will, O God. Hallelujah. So here Paul is quoting from Psalms. ഇത് സങ്കീർത്തനത്തിനകത്തു നിന്ന് 40 സങ്കീർത്തനകത്തു നിന്ന് എഴുതിയിരിക്കുന്നത്. അതായത് യേശു വരുന്നതിന് മുമ്പേ 40 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് പിതാവ് ആഗ്രഹിക്കുന്ന പ്ലാൻ. യേശുവും പിതാവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെ എഴുതിയിരിക്കുന്നത്. അതായത് യേശു പിതാവിനോട് സംസാരിക്കുന്നത് പോലെ അവിടെ എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെ ഒന്ന് വായിച്ചു നോക്കി. യേശു പിതാവിനോട് പറയുന്നത് പോലെ, അതായത് ഭൂമിയിൽ വരുന്നതിന് മുമ്പേ, യേശു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ പിതാവും പുത്രനും കൂടെയുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ് അവിടെ സാംസിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് യേശു പിതാവിനോട് പറയുന്നത് പോലെ ഒന്ന് വായിച്ചു നോക്കി. മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാം. ഹനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. ആര്? പിതാവ് ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഏതാണ്? പുത്രന് വേണ്ടി യേശുവിന്റെ ഭൗതിക ശരീരം. അതായത് God has prepared an earthly body for Christ, Jesus Christ, in this earth. That was Jesus of Nazareth. നമുക്ക് എളുപ്പം മനസ്സിലാണെങ്കിൽ Jesus of Nazareth was the body which Father has prepared for Christ to dwell in this earth. ഇവിടെ വന്ന് സഞ്ചരിക്കാനായിട്ട് യേശുവിന് വേണ്ടി ഒരു ശരീരം ഉണ്ടാക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. Whatever was going on in the temple before Christ was coming, before Jesus was coming, these rituals were keep on happening in the temple. But Father was not pleased in it. Then Jesus says, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. Now I come. ഞാൻ വരാൻ പോവാ. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. Because God wants a perfect sacrifice. And Jesus told, yes, I am ready to go to that body and to become a sacrifice for you so that you will be pleased. Hallelujah. യേശു അവിടെ ഈ പ്ലാൻ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തെ ഒരു സംഭാഷണം പോലെ എഴുതിയിരിക്കുന്നു. എഴുതിട്ട് പറയാം, പിതാവേ ഞാൻ റെഡിയാ പോകാൻ. നീ എനിക്ക് വേണ്ടി അവിടെ ശരീരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. I will go there. I will get into that body. I will get killed. I will shed my blood till the last drop. Then I will give that blood to you as a ransom so that we can take back all of our children. ഈ സംഭാഷണം അന്നത്തെ അവിടുത്തെ പ്ലാൻ, when they were planning, this is something like a dialogue between father and son. എന്ന് അവൻ പറയുന്നു. എന്ന് പറയുമ്പോൾ അതായത് ഇതൊന്നും ശരിയല്ല, അതുകൊണ്ട് ഈ നടക്കുന്ന റിച്വൽസ് ഒന്നും ശരിയല്ല, പകരം ഞാൻ പോയി once for all ഒറ്റയാകത്താൽ അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് കൊണ്ട് ഇത് തീർത്ത് തിരിച്ചു വരാം എന്ന് പറയുന്നതാണ് ഇവിടെ ഈ വാക്ക് പറയുന്നത്. ന്യായപ്രമാണ പ്രകാരം അതിന്റെ 8ാമത്തെ വാക്യം, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. So when Christ came, he took away the inefficient law and he put a new law because that was not useful. നമ്മൾ നേരത്തെ ഇത് എബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുന്നിടത്ത് പലർത്തും കാണാം. അതായത് പ്രയോജനമില്ലാത്ത ഒന്നിനെ മാറ്റി പ്രയോജനമുള്ള പുതിയ ഒന്നിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് പുതിയ നിയമത്തിൽ യേശു ഭൂമിയിൽ വന്നപ്പോൾ ചെയ്തത്. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും വാക്യങ്ങളുടെ ഏകദേശം ഇപ്പൊ ഇത് തന്നെ അല്പം ഓവർലോഡ് ആണെന്ന് എനിക്കറിയാം. നമ്മൾ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി സ്ലോ ആകുന്നത്. ബട്ട് ദിസ് വിൽ ഗെറ്റ് ഇൻ ടു ദ മൈൻഡ്. അപ്പം ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. അടുത്ത ദിവസം മുതൽ ബാക്കി മുമ്പോട്ട് പോകുമ്പോൾ, കാര്യം അടുത്തതൊക്കെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 8 മുതൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വേറൊരു ഡയമെൻഷനിലേക്ക് അത് പോകും. അതുകൊണ്ട് let us just stop here. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്
കർത്താവെ നന്ദി പറയുന്നു. ഈ കേൾക്കുന്ന വചനത്തിനകത്തിരിക്കുന്ന ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ വരുന്നതിനായി സ്തോത്രം. ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ഞങ്ങൾക്ക് നല്ലൊരു മഹാപുരോഹിതൻ ഉണ്ടെന്നും ഒരു റിച്വലിനെയും പുറകെ പോകാനല്ല, ഒരു വർക്കിനെയും കർത്താവെ ഒന്നിനെയും പ്രതീക്ഷിച്ചിട്ട് അതിന്റെ പുറകെ പോകാനല്ല, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തിൽ നിന്റെ കൂടെ നടന്നു സന്തോഷം അനുഭവിക്കാൻ ഞങ്ങളെ വിളിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വത്താലും ഞങ്ങളെ നിറച്ചതിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവ് നിന്റെ മക്കളായിട്ട് സകല അധികാരത്തോടു കൂടെ അതേ റെസ്പോൺസിബിലിറ്റിയോടുകൂടെ കർത്താവ് നിന്റെ സ്നേഹത്തിലായി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കുന്ന വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.